അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് കുറച്ച് സീക്രട്ട് വാർസിൻ്റെ കുറച്ച് കുറച്ച് റൂമേഴ്സും മാത്രമല്ല നമ്മുടെ ഡെഡ്പൂൾ മൂവി മെയിനായിട്ട് അതാ പറയാൻ പോകുന്നത്. ഡെഡ്പൂൾ മൂവി കണ്ടു കഴിഞ്ഞിട്ട് പല ഫാൻസുകാർക്കും തോന്നിക്കാണും എന്തിനാണ് തോറ് കരയണത്. സത്യം പറയാൻ എനിക്ക് തോന്നി, നിങ്ങൾക്കും തോന്നിക്കാണും. ഇവൻ ആ മൂവി തന്നെ കുറേ വട്ടം പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോർ ദി ഡാർക്ക് വേൾഡിൽ ലോക്കി നമ്മുടെ തോറിനെ പറ്റിക്കുന്ന ഒരു സീനാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ലോക്കി റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ഡെഡ്പൂളിനെ അവിടെ കാണിച്ചിരിക്കുന്നത്. അത് മാർവലിൻ്റെ മിഡ് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യമെന്നാണ് അവിടെ പാരഡോക്സ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മൂവിയിൽ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞാൽ കൊമിക്സിൽ ഇങ്ങനെ ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊമിക്സിൽ ഇങ്ങനെ യാതൊരു ബന്ധവുമില്ല. കൊമിക്സിൽ ശരിക്കും പറഞ്ഞാൽ തോറിന് ഡെഡ്പൂളിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അത് വേറൊരു കാര്യം. ഇനി മൂവിയിലേക്ക് വരപ്പോൾ ഒന്നെങ്കിൽ ഇതൊരു ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ വേണ്ടി കാണിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സീക്രട്ട് വാസായിട്ട് ലീഡ് ഉണ്ടാവാം. അങ്ങനെ ചാൻസ് ഉള്ളൂ. ഇപ്പം ഡേറ്റ എനിക്ക് അതാണ് തോന്നുന്നത്, സീക്രട്ട് വാസായിട്ട് കാണിക്കാതിരിക്കാൻ ചാൻസ് കൂടുതൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് റയാൻ റെയ്നോൾഡ്സ് ഇട്ട കമൻറ്റ് താഴെയാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അത് എനിക്കും സീക്രട്സ് അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെറുതെ ആവില്ല, ഇവരിത് മാർവലിലെ അവസാനം സീക്രട്ട് വാസിൽ കൊണ്ട് എത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേറൊരു കാര്യം. ഇത്ര എനിക്ക് മനസ്സിലാക്കും, ഒരു വലുതായിട്ടൊന്നും ഇല്ല ഇതിൽ, ഇത്രേ ഉള്ളൂ. അത് ഇനി രണ്ടാമത് നമ്മുടെ ടോം ഹോളണ്ട് നമ്മൾ RDJ ഡോക്ടർ ഡൂമിനെ എന്താവും അത് ഞാൻ സത്യം പറയാം, അതിനാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ റൂമറുണ്ട് നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ്റെ കഥ നടക്കാൻ പോകുന്നത് ബാറ്റിൽ വേൾഡ്, അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ കഴിഞ്ഞിട്ടായിരിക്കാം എന്നൊരു റൂമറുണ്ട്. അതിൻ്റെ അവർ മാർവൽ ഓൾറെഡി പാനൽ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പടങ്ങളെല്ലാം ബാറ്റിൽ വേൾഡിൽ ഇറങ്ങുന്ന പടങ്ങളാണ് ഇപ്പോൾ റൂമർ പറഞ്ഞത്. അത് ഒരു പടം നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ 4 ആണെന്നാണ് ഇപ്പോൾ കിട്ടിയ റൂമർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നെ നമ്മുടെ ടോം ഹോളൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ അയൺമാനായ ടോണി സ്റ്റാർക്കിനെ കണ്ടിട്ട് അതേ ഫേസ് രൂപമുള്ള ഡോക്ടർ ഡൂമിനെ കാണാം. അപ്പം എങ്ങനെയായിരിക്കും, അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം. വേറൊരു സ്ട്രോങ് റൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ആക്ടർ ധനുഷ് നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൽ വരാൻ ചാൻസ് ഉണ്ട്, ഡൂംസ്ഡേയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഗ്രേമാൻ സമയത്ത് ഒരുപാട് പ്രൊമോഷൻസ് ഒക്കെ നടന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്ത്യയിലുള്ള ഏതോ ഒരാൾ ചോദിച്ചതാണ്, അതായത് ഒരു ആങ്കർ ചോദിച്ചതാണ്, എന്താണ് നിങ്ങൾ ഇപ്പം നമ്മുടെ അവഞ്ചേഴ്സിൽ നമ്മുടെ ധനുഷിനെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഏത് റോള് കൊടുക്കുമെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞ് എക്സ്മാൻ്റെ ഏതെങ്കിലും കൊടുക്കുമെന്ന്. അത് കേട്ടിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ സീക്രട്ട് വാർസ് ഡയറക്റ്റ് ചെയ്യുന്നത് റൂസോ ബ്രദേഴ്സാണ്. സോ അതുകൊണ്ട് ആ ഒരു ഇൻ്റർവ്യൂയുടെ ബലത്തിൽ എല്ലാവരും സ്ട്രോങ് റൂമർ പടച്ചു വിടുന്നു. പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരും എന്തിനാണ് കരുതിയത്, നമ്മൾ വൂൾവറിനായിട്ട് ഡെഡ്പൂൾ കണ്ടവർക്ക് അറിയാം, വൂൾവറിനായിട്ട് ഈ ഹെൻറി കാവിലിനൊക്കെ നമ്മൾ കുറേ മീമൊക്കെ ഇറക്കിയിരുന്ന് വന്ന് അതുപോലെ വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലയെന്ന് തള്ളിക്കളയാൻ പറ്റത്തില്ല. വന്നാൽ കൊള്ളായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, താഴെ കമൻറ്റ് ചെയ്യുക.